ഹലോ ഫ്രണ്ട്സ്, എന്ത് ചെയ്യാനാ, പനിയടിച്ച് വീട്ടിൽ കിടപ്പായിപ്പോയി, അതുകൊണ്ട് സൗണ്ടും പോയി. അതുകൊണ്ടാണ്. അപ്പോൾ എവിടെ നോക്കിയാലും മാർക്കോ അങ്ങനെ ക്രിസ്മസ് തൂക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സിനിമ വന്നിട്ടുണ്ട്. റൈഫിൾ ക്ലബ്ബുണ്ട്, പിന്നെ എക്സ്ട്രാ ഡീസ് എന്ന് പറയുന്ന സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ മാർക്കോടെ എഴുത്ത് വെക്കാൻ പറ്റില്ല. സിനിമയ്ക്ക് ഹെവി ലെവൽ പോസിറ്റീവാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയ്ക്കാണ് ഇത്രയും ലെവൽ പോസിറ്റീവ് കിട്ടുന്നതെന്ന് ആലോചിക്കണം. നമ്മുടെ ആനിമൽ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സിനിമ ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ്. അപ്പോൾ പോസിറ്റീവ് റിവ്യൂ കിട്ടിയ സർട്ടിഫൈഡ് സിനിമയാണെങ്കിലോ എൻ്റെ മോനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പം 4 ദിവസം കൊണ്ട് ഏകദേശം 43 കോടിക്ക് മേലെ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. നാളത്തെ ഒറ്റ ദിവസം കൊണ്ട് സിനിമ 50 കോടി ക്ലബ്ബിൽ കയറും, അത് ഷുവറാണ്. പിന്നെ ഇത് മലയാള സിനിമയാണ്, അത് സിനിമ എന്ന രീതി മാത്രം കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു നമ്മുടെ ദിലീപേട്ട നായകനായ ബാന്ദ്ര സിനിമ. 8 നിലയെന്നല്ല 16 നിലയുടെ മേലിൽ നിന്നും താഴ്ത്തി കൊണ്ട് പൊട്ടാൻ വരെ കാരണമുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ പടം എടുക്കാൻ നോക്കുവാണെങ്കിൽ കൊമേഴ്ഷ്യൽ രീതി തന്നെ എടുക്കണം. ഒരു ഇമോഷണൽ പടം എടുക്കാൻ നോക്കുവാണെങ്കിൽ ആ രീതി തന്നെ എടുക്കും. അല്ലാതെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതുമാതിരി അവയിൽ പരുവത്തിലാക്കാൻ നോക്കിയാൽ ഇത് തന്നെയാണ്. നമ്മുടെ തമന്നാജി ആദ്യമായിട്ട് മലയാളത്തിൽ കയറിയ സിനിമയും കൂടിയായിരുന്നു. ഞാൻ ഇനി മലയാളത്തിലേക്കില്ലേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരങ്ങനെ ഓടിക്കളഞ്ഞ്. അങ്ങനെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് നടത്താൻ പോവുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസാണ് സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം മേടിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ സ്ട്രീമിംഗ് നടത്തുന്നതായിരിക്കും. സിനിമയ്ക്ക് മേലെ അത്ര പ്രതീക്ഷയൊന്നുമില്ല. സിനിമ ഇറങ്ങിയത് ഏകദേശം 1 വർഷമായെന്ന് തോന്നുന്നു. OTT റിലീസ് ഇനിയാണ് നടത്താൻ പോകുന്നത്. ഇനി ആ ബോസ് ആൻഡ് കോയും കൂടെ OTT റിലീസ് ആവുകയാണെങ്കിൽ പൂർത്തിയായി.